വെട്ടിച്ചിറ ദേശീയപാത വികസനത്തെ തുടർന്ന് വെട്ടിച്ചിറ ഓട്ടോ സ്റ്റാൻഡിൽ നിലനിന്നിരുന്ന പ്രധാന പാർക്കിംഗ് പ്രതിസന്ധിക്ക് പരിഹാരമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ആസാദ് അറിയിച്ചു. പാത വികസനം വന്നതോടെ ഓട്ടോറിക്ഷകൾ സർവീസ് റോഡിൽ പാർക്ക് ചെയ്യേണ്ടി വരികയും ഇത് പ്രദേശത്ത് കടുത്ത ഗതാഗതക്കുരുക്കിനും കാൽനടയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടിനും കാരണമാകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ഹൈവേ അധികൃതരുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയും വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് പാതയോരത്തെ സൈഡ് കോൺക്രീറ്റ് പൊളിച്ചുമാറ്റി ഓട്ടോകൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി നൽകി. നാളുകളായുള്ള തങ്ങളുടെ പ്രധാന ആവശ്യത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഓട്ടോ തൊഴിലാളികൾ വ്യക്തമാക്കി. പാത 66ന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെട്ടിച്ചിറയിലെ ഓട്ടോ തൊഴിലാളികൾ വലിയൊരു ദുരിതത്തിലായിരുന്നു. വാഹനം നിർത്താൻ ഏകദേശം 400ഓളം വാഹനങ്ങളുടെ പെർമിറ്റ് എടുത്ത് ഓടുന്നുണ്ട്. വാഹനങ്ങൾ നിർത്താൻ ഒരു ഇടം ഇല്ല എന്നുള്ളത് വലിയൊരു പ്രയാസമായിരുന്നു. ആദവനാട് ഭരണസമിതി, ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഓട്ടോ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ട്രഷററും അതുപോലെ തന്നെ പ്രസിഡന്റ്, കൺവീനർ, ചെയർമാൻ എന്നിവർ അടങ്ങുന്ന ഒരു ടീം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആസാദ് അവരെ സമീപിക്കുകയും അദ്ദേഹം വേണ്ട നടപടികൾ ചെയ്തു തരാമെന്ന് നമുക്ക് ഉറപ്പു തരുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നിരന്തരമായുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഓട്ടോ നിർത്തുന്നതിന് വേണ്ടി ഫുട്പാത്ത് പൊളിച്ചു നീക്കുകയും ഓട്ടോ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ ഒരു ഓട്ടോ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ജനങ്ങളുടെയും വിവിധ മേഖലകളിലുള്ളവരുടെയും പരാതികൾ കേട്ട് ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച ചെയ്ത് കൃത്യമായ പരിഹാരം ഉറപ്പാക്കുക എന്നതാണ് പഞ്ചായത്തിന്റെ സമീപനമെന്ന് പ്രസിഡന്റ് കെ.ടി. ആസാദ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലിലെ ഓട്ടോക്കാരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു അവരുടെ ഓട്ടോ നിർത്താനുള്ള ഒരു ഇടമില്ല എന്ന്. സർവീസ് റോഡിലായിരുന്നു അവർ പാർക്കിംഗ് ചെയ്തിരുന്നു. ഏതായാലും നമ്മുടെ ഈ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അവർ ഒരുപാട് പ്രാവശ്യം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുകയും അതിനൊരു പരിഹാര മാർഗം ഉണ്ടാക്കി തരാ എന്ന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് പ്രകാരം 3 മാസങ്ങൾക്ക് മുമ്പ് KNRCയും അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ സംസാരിച്ചു. ഈ സ്ഥലം സന്ദർശിച്ചു, കാണിച്ചു കൊടുത്തു. അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാ എന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം അവരെ അങ്ങോട്ട് പറയുകയും ഏതായാലും ഇന്ന് അതിനൊരു പരിഹാര മാർഗം നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ KNRCയും ഉണ്ടാക്കി തന്നിരിക്കുകയാണ്.